മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം, ഞാൻ ശിവരാമൻ. 100 ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. സ്പ്രിംഗ്ലർ കരാർ മുഖ്യമന്ത്രി അറിയാതെയെന്ന് പരിശോധനാ സമിതിയുടെ റിപ്പോർട്ട്. കരാറിന് പിന്നിൽ IT സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കർ. ഡേറ്റ ചോർന്നിട്ടില്ലെന്നും M. ശിവശങ്കറിന് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും സമിതിയുടെ കണ്ടെത്തൽ. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. സർക്കാരിനെ വെള്ളപൂശാൻ ശ്രമമെന്ന് രമേശ് ചെന്നിത്തല. കോടതിയെ സമീപിക്കും. റിപ്പോർട്ട് തള്ളി പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസിലെ അച്ചടക്ക നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് AI ഗ്രൂപ്പുകൾ. ഉമ്മൻചാണ്ടിക്കെതിരെ പരസ്യ വിമർശനം നടത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടി വേണമെന്നാവശ്യം. അച്ചടക്ക നടപടിയിലെ ഇരട്ട നീതി ജനം വിലയിരുത്തട്ടെ എന്ന് രമേശ് ചെന്നിത്തല. പറയാനുള്ളത് നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ടെന്നും ഇനി പ്രതികരിക്കാനില്ലെന്നും രമേശ് ചെന്നിത്തല. കോൺഗ്രസ് വീണ്ടും പുനഃസംഘടനാ ചർച്ചകളിലേക്ക്. KPCC പുനഃസംഘടനാ ചർച്ചകൾ ഈ ആഴ്ച. 1 മാസത്തിനുള്ളിൽ KPCC ഭാരവാഹികളെ നിയമിക്കുമെന്ന് സൂചന. സെക്രട്ടറിമാരെ നിയമിക്കുന്ന കാര്യവും പരിഗണനയിലെന്ന് നേതൃത്വം. താരിഖ് അൻവറിനെതിരായ ഗ്രൂപ്പ് വിമർശനം തള്ളി ഹൈക്കമാൻഡ്. K. സുധാകരനും VD സതീശനും കൂടിക്കാഴ്ച നടത്തുന്നു. രമേശ് ചെന്നിത്തലയെ BJPയിലേക്ക് സ്വാഗതം ചെയ്ത് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. രമേശ് ചെന്നിത്തലയോട് പാർട്ടി വിട്ടുപോകാൻ VD സതീശനടങ്ങുന്ന പുതിയ നേതൃത്വം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ BJPയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നും AN രാധാകൃഷ്ണൻ 24-നോട്. കേരള പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI നേതാവ് ആനി രാജ. പോലീസിൽ RSS ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയം. കേരളത്തിൽ വനിതാ ശിശുക്ഷേമത്തിനായി സ്വതന്ത്ര വകുപ്പ് വേണം. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. ആറ്റിങ്ങലിൽ അച്ഛനെയും മകളെയും പരസ്യ വിചാരണ ചെയ്ത പിങ്ക് പോലീസിനെതിരെ ദളിത് പീഡനത്തിന് കേസെടുക്കണമെന്ന് ആനി രാജ. വിമർശനം ഗൗരവതരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുട്ടിൽ മരം മുറിക്കൽ കേസിൽ CBI അന്വേഷണമില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. അന്വേഷണത്തിൽ വീഴ്ചകളുണ്ടായാൽ പൊതുജനത്തിന് കോടതിയെ സമീപിക്കാമെന്ന് കോടതി. കേസ് ഡയറി ഹാജരാക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. നടപടി അഗസ്റ്റിൻ സഹോദരന്മാരുടെ ജാമ്യാപേക്ഷ. DFOമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് മരവിപ്പിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ. മുട്ടിൽ കേസിൽ ആരോപണ വിധേയനായ P. രഞ്ജിത് കുമാറിനെ കോഴിക്കോട് നിയമിക്കില്ല. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO P. ധനേഷ് കുമാറിനെ കാസർഗോട്ടേക്ക് മാറ്റിയതിലും മന്ത്രിക്ക് അതൃപ്തി. പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 25 രൂപ കൂട്ടി. വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിന് 73 രൂപ 50 പൈസ വർദ്ധിപ്പിച്ചു. പെട്രോളിന് 14 പൈസയും ഡീസലിന് 15 പൈസയും കുറച്ചു. കണ്ണൂർ പയ്യന്നൂരിലെ സുനീഷയുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഭർതൃഗൃഹത്തിൽ നിൽക്കാനാവില്ലെന്ന് സുനീഷ് ഭർത്താവിനോട് പറയുന്ന ശബ്ദരേഖ പുറത്ത്. ഭർത്താവ് വിജീഷിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനം. കൊല്ലം പരവൂരിൽ അമ്മയ്ക്കും മകനും നേരെ സദാചാര ഗുണ്ടാക്രമണം. കമ്പിവടി കൊണ്ട് ക്രൂരമായി അടിക്കുകയും മകനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്ന് പരാതി. ബീച്ചിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ആശിഷ് എന്നയാളാണെന്ന് പോലീസ്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. അഫ്ഗാനിസ്ഥാനിലെ സേനാ പിന്മാറ്റം ന്യായീകരിച്ച അമേരിക്ക. അന്ത്യമില്ലാതെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ. കശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങളിൽ താലിബാൻ പങ്കാളിയാകണമെന്ന് അൽ-ഖ്വയ്ദ. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ വേദിയാക്കരുതെന്ന് താലിബാന് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച ആരോഗ്യ വിദഗ്ധരുടെ യോഗം തുടങ്ങി. കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. പ്രതിദിന കോവിഡ് കണക്കുകൾ 30,000-ന് മുകളിൽ. TPR 18.66%. കോഴിക്കോട് ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിൽ 800 ഡോസ് കോവിഷീൽഡ് വാക്സിൻ ഉപയോഗശൂന്യമായി. താപനില ക്രമീകരിച്ചതിലെ അപാകതയാണ് വാക്സിൻ ഉപയോഗശൂന്യമാകാൻ കാരണമെന്ന സൂചന. ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. രാജ്യത്ത് കോവിഡ് കേസുകൾ 40,000-ന് മുകളിൽ. 24 മണിക്കൂറിനിടെ 41,965 പോസിറ്റീവ് കേസുകളും 460 മരണവും. രോഗമുക്തി നേടിയത് 33,964 പേർ. രാജ്യത്ത് കോവിഡിന്റെ പുതിയ വകഭേദമായ C12 സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് കേന്ദ്രം. 6ാം സെമസ്റ്റർ BTech എഴുത്തുപരീക്ഷ നടത്താൻ കേരള സാങ്കേതിക സർവകലാശാലയ്ക്ക് അനുമതി. BTech വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി തള്ളി. കോവിഡ് കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് അവസരം നൽകണമെന്നും കോടതി. ചീഫ് സെക്രട്ടറിമാരുടെ വെർച്വൽ യോഗം വിളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും നടക്കാനുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ പങ്കെടുക്കും. നടപടി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി.
KSRTC പെൻഷൻ കേസിൽ ഗതാഗത സെക്രട്ടറിക്ക് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. 8 ആഴ്ചക്കുള്ളിൽ പെൻഷൻ സ്കീം തയ്യാറാക്കണം. താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്ത കാലയളവ് പരിഗണിക്കണം. വീഴ്ചയുണ്ടായാൽ ഗതാഗത സെക്രട്ടറി നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്ന് ജസ്റ്റിസ് SK കൗൾ അധ്യക്ഷനായ ബെഞ്ച്. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK മധുവിനെ തരം താഴ്ത്തി. ജില്ലാ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത്. നടപടി അരുവിക്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ വീഴ്ചയുടെ പേരിൽ. പാലക്കാട് പുതുശ്ശേരി CPIMൽ കൂട്ട നടപടി. പുതുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നടപടി. കണ്ണാടി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പ വകമാറ്റിയതിന് ഒരാളെ പുറത്താക്കി. 4 പേർക്ക് സസ്പെൻഷൻ, 13 പേർക്ക് താക്കീത്. ഓണസമ്മാന വിവാദത്തിനിടെ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ് മറികടന്ന് ഓഫീസിൽ പ്രവേശിച്ചു. പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ കൗൺസിലർമാർ. നഗരസഭാ ചെയർപേഴ്സണെതിരെ അന്വേഷണം വേണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. അന്വേഷണ സംഘം റിപ്പോർട്ട് വിജിലൻസ് SPക്ക് കൈമാറി. BJP ന്യൂനപക്ഷ മോർച്ച ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്തവരെ ചൊല്ലി കലഹം. തെരഞ്ഞെടുക്കപ്പെട്ടവർ പാർട്ടിയിൽ പുതുമുഖങ്ങളെന്ന ആക്ഷേപം. പ്രാദേശിക ഘടകങ്ങൾ അറിയാതെയാണ് ഭാരവാഹി നിയമനമെന്ന് വിമതചേരി. ആക്ഷേപം ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷനെതിരെ. സ്പീക്കർക്ക് രാഷ്ട്രീയം പാടില്ല എന്നത് അന്ധവിശ്വാസമായി തുടരുന്നുവെന്ന് സ്പീക്കർ MB രാജേഷ്. ദൈനംദിന കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന പരിമിതി മാത്രമാണുള്ളത്. ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം സ്പീക്കർക്ക് ഉപയോഗിക്കാം. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്നുവെന്നും MB രാജേഷ്. മലബാർ സമരം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്ന് പ്രചാരണം നടക്കുന്നുവെന്ന യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ. മതകലാപത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ കഴിയില്ല. ഇത് സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള അവഹേളനമാണെന്നും പ്രഫുൽ കൃഷ്ണ. കുമളയിൽ ഏലത്തോട്ടത്തിലേക്ക് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ജോലിക്കെത്തിച്ച വാഹനം പരിശോധനാ സംഘം പിടികൂടി. വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തു. വാഹനത്തിലുണ്ടായിരുന്ന 3 പെൺകുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഏലത്തോട്ടത്തിലെ ബാലവേല പുറത്തു കൊണ്ടുവന്നത് 24. എറണാകുളത്തെ ആശുപത്രിയിലെ ശുചിമുറിയിൽ 6 മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ശുചീകരണ തൊഴിലാളികളാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കുഞ്ഞ് കടവന്ത്ര സ്വദേശിയായ 17-കാരുടേതെന്ന് തിരിച്ചറിഞ്ഞു. എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തു. മാനേജ്മെന്റ് പീഡനത്തെ തുടർന്ന് മുന്നൂരിൽ അധ്യാപകൻ ആത്മഹത്യ ചെയ്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. സ്കൂൾ മാനേജർ സയ്യിദ് അലവി 1-ാം പ്രതി. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അനീഷ് ആത്മഹത്യ ചെയ്തത് അകാരണമായി സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിൽ മനംനൊന്ത്. വെള്ളപ്പൊക്ക ഭീഷണി ഒഴിയാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. ഗംഗാ നദിയിലെ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിൽ. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം. ബീഹാറിലും കനത്ത മഴ. അസമിൽ 21 ജില്ലകൾ വെള്ളത്തിൽ. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. മരം കൊള്ളയ്ക്ക് പിന്നിലെ ഉന്നതരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഹൈക്കോടതി. പട്ടയഭൂമിയിലെ മരമുറിയിൽ മാത്രം അന്വേഷണം ഒതുക്കരുത്. സർക്കാർ ഭൂമിയിലെയും വനഭൂമിയിലെയും മരങ്ങൾ മുറിച്ചു കടത്തിയതും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കണം. ഉന്നതരുടെ സഹായമില്ലാതെ മരം കൊള്ള നടക്കില്ലെന്നും ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? ഉന്മേഷ്, അതീവ ഗുരുതരമായ പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഈ മുട്ടിൽ മരമുറി കേസിലെ CBI അന്വേഷണം ആവശ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പട്ടയഭൂമിയിലെ മരമുറിയിൽ മാത്രം ഈ കേസ് അന്വേഷണം ഒതുക്കരുത്. സർക്കാർ ഭൂമിയിലെയും വനഭൂമിയിലെയും മരങ്ങൾ മുറിച്ചു കടത്തിയതും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കണം. മാത്രമല്ല, ഉന്നതരുടെ സഹായമില്ലാതെ മരം കൊള്ള നടക്കില്ലെന്നും മരം കൊള്ളയ്ക്ക് പിന്നിലെ ഉന്നതരെ നിയമത്തിനും മുന്നിൽ കൊണ്ടുവരണമെന്നും ഇന്ന് ഹൈക്കോടതി ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. മരം കൊള്ളയ്ക്ക് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തീർപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണങ്ങൾ. അതായത്, തൽക്കാലത്തേക്ക് CBI അന്വേഷണം ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു. പക്ഷേ കോടതിയുടെ ശക്തമായ നിരീക്ഷണം, മേൽനോട്ടം ഈ കേസിലുണ്ടാകും. കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതിനനുസരിച്ച് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഏതെങ്കിലും കാരണവശാൽ അതിൽ നിന്നും ക്രൈംബ്രാഞ്ച് വ്യതിചലിച്ചാൽ വീണ്ടും ഹർജിക്കാരന് കോടതിയെ സമീപിക്കാം. ഇതാണ് ഇന്നിപ്പോൾ കോടതി ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും മുട്ടിൽ മരമുറി കേസിൽ ആ കേസ് ഇവിടെ അവസാനിക്കുകയല്ല ചെയ്യുന്നത്. അതിശക്തമായി വീണ്ടും ആരംഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ കേസ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ കേസിലൂടെ, CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കേസിലൂടെ ഉണ്ടായിരിക്കുന്നത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. വീണ്ടും ഹണ്ടർ ന്യൂസ്.
ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ ഗ്രനേഡുകളും തിരകളും കണ്ടെടുത്തു. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് ഗന്ദർബാൽ വനമേഖലയിൽ. സിആർപിഎഫും ജമ്മു കശ്മീർ പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഇവ കണ്ടെടുത്തത്. പിടിച്ചെടുത്തവയിൽ AK-47 തോക്കിന്റെ മഗസിനുകൾ. 2020 ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ഇന്റർവ്യൂവർക്കുള്ള പുരസ്കാരം 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണന്. ഫ്ലവേഴ്സ് ടിവിക്ക് 4 പുരസ്കാരങ്ങൾ. മികച്ച നടനുള്ള പുരസ്കാരം ശിവജി ഗുരുവായൂരിന്. ചക്കപ്പഴത്തിലെ അഭിനയത്തിലൂടെ അശ്വതി ശ്രീകാന്ത് മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചക്കപ്പഴത്തിലെ റാഫിയാണ് മികച്ച രണ്ടാമത്തെ നടൻ. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം മീരയ്ക്ക്. ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ലഹരിക്കടത്തിൽ 7 പ്രതികൾക്കെതിരെ UAPA ചുമത്തി NIA. നടപടി പാകിസ്ഥാൻ LTT ബന്ധം കണ്ടെത്തിയ സാഹചര്യത്തിൽ ലഹരിക്കടത്തും ആയുധക്കടത്തും നിയന്ത്രിക്കുന്നത് പാക് പൗരനെന്ന് കണ്ടെത്തൽ. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘാംഗത്തെ കുറ്റമുക്തനാക്കിയ സംഭവത്തിൽ NC ഹൈക്കോടതിയിലേക്ക്. എൽ സാൽവദോർ പൗരൻ ജോണി അലക്സാണ്ടർ ഡ്യൂറനെ എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകും. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി 2 കിലോ കൊക്കൈൻ കടത്തിയ കേസിലെ പ്രതിയാണ് ജോണി അലക്സാണ്ടർ. വൈദികർക്ക് മുന്നറിയിപ്പുമായി തൃശൂർ അതിരൂപത. സിറോ മലബാർ സഭ പരിഷ്കരിച്ച കുർബാനക്രമം നവംബർ 28 മുതൽ നടപ്പാക്കാൻ നിർദ്ദേശം. വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയെന്ന് മുന്നറിയിപ്പ്. രാജ്യത്ത് GST വരുമാനത്തിൽ വർധന. കേന്ദ്ര GST 11.2 ലക്ഷം കോടി. കഴിഞ്ഞ വർഷത്തേക്കാൾ രേഖപ്പെടുത്തിയത് 30% വർധന. ദേശീയവാർത്ത. ഡൽഹിയും തമിഴ്നാടുമടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ തുറന്നു. ഡൽഹിയിൽ സ്കൂൾ തുറന്നത് 17 മാസത്തിന് ശേഷം. വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത് തെർമൽ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ശേഷം. ലഹരിക്കടത്തുകാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പഞ്ചാബ് സർക്കാരിനെതിരെ വിമർശനവുമായി PCC അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധു. വിദേശത്തേക്ക് മയക്കുമരുന്ന് കടത്തിയ പ്രതികളെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്ന് വിമർശനം. ഡൽഹിയിൽ വീണ്ടും ദളിത് പെൺകുട്ടി പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ടു. നരേലയിൽ കൊല്ലപ്പെട്ടത് 13 വയസ്സുകാരി. ഭൂവുടമയുടെ സഹോദരൻ അറസ്റ്റിൽ. ടോക്കിയോ പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടിയ മാരിയപ്പൻ തങ്കവേലുവിന് തമിഴ്നാട് സർക്കാരിന്റെ പാരിതോഷികം 2 കോടി രൂപ നൽകും. കായിക മേഖലയിൽ തമിഴ്നാടിന്റെ കുതിപ്പ് തുടരുകയാണെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഷോക്കേറ്റ് 5 മരണം. മരിച്ചവരിൽ 3 കുട്ടികളും 1 സ്ത്രീയും. വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് അപകടം. രാകേഷ് അസ്താനയെ ഡൽഹി പോലീസ് കമ്മീഷണറായി നിയമിച്ച നടപടിയിൽ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതിയുടെ നോട്ടീസ്. സർവീസ് വിഷയങ്ങളിൽ പൊതു താൽപര്യ ഹർജികളെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഹർജി സമർപ്പിച്ചത് വിരമിക്കലിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ രാകേഷ് അസ്താനയെ ഡൽഹി പോലീസ് കമ്മീഷണറായി നിയമിച്ചത് സുപ്രീം കോടതി വിധിയുടെയും സർവീസ് ചട്ടങ്ങളുടെയും ലംഘനമെന്നാരോപിച്ച്. സുപ്രീം കോടതിക്ക് മുന്നിൽ യുവതിയും സുഹൃത്തും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. UP DGPക്കും ഡൽഹി പോലീസ് കമ്മീഷണർക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. വാക്സിൻ അഴിമതിയിൽ പശ്ചിമബംഗാളിലെ 10 റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഓക്സിജൻ സിലിണ്ടർ, റെംഡെസിവിർ എന്നിവയുടെ അനധികൃത വിൽപ്പന സംബന്ധിച്ച ആരോപണങ്ങളിലും അന്വേഷണം. സംസ്ഥാനത്ത് വ്യാജ വാക്സിൻ വിതരണം ചെയ്യുന്ന റാക്കറ്റ് കണ്ടെത്തിയിരുന്നു. അസം ഭവാനിപൂരിലെ AIUDF MLA ഫനിദർ താലൂക്ദർ രാജിവെച്ചു. തീരുമാനം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. ഫനിദർ താലൂക്ദർ BJPയിൽ ചേർന്നു. വായുമലിനീകരണം ഇന്ത്യക്കാരുടെ ആയുർദൈർഘ്യം കുറയ്ക്കുമെന്ന് പഠനം. ഏകദേശം 40% ഇന്ത്യക്കാരുടെ ആയുസ് 9 വർഷത്തോളം കുറയുമെന്ന് കണ്ടെത്തൽ. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും വായുമലിനീകരണം രൂക്ഷമെന്നും യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയുടെ റിപ്പോർട്ട്. അന്താരാഷ്ട്ര വാർത്തകൾ. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ നിയന്ത്രണം കടുപ്പിക്കുന്നു. മെൽബണിൽ ലോക്ഡൌൺ 3 ആഴ്ച കൂടി നീട്ടി. രാജ്യത്ത് വാക്സിനേഷൻ ഊർജിതമാക്കി അധികൃതർ. അഫ്ഗാനിസ്ഥാനിലെ പൗരന്മാരെ തിരിച്ചുകൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് താലിബാനുമായി ചർച്ച നടത്താൻ ബ്രിട്ടൻ. പ്രത്യേക പ്രതിനിധി സൈമൺ ഗാസ് ദോഹയിൽ താലിബാൻ പ്രതിനിധികളുമായി ചർച്ച നടത്തും. കാലാവസ്ഥാ ദുരന്തങ്ങളെ തുടർന്ന് കഴിഞ്ഞ 50 വർഷത്തിനിടെ 20 ലക്ഷം പേർ മരിച്ചതായി UN ഏജൻസി. 1970 മുതൽ കാലാവസ്ഥാ ദുരന്തങ്ങൾ 5 മടങ്ങ് വർദ്ധിച്ചുവെന്നും റിപ്പോർട്ട്. അമേരിക്കയിൽ ഹെലികോപ്റ്റർ തകർന്നു. അപകടം സാന്റിയാഗോയിൽ നിന്ന് 60 നോട്ടിക്കൽ മൈൽ അകലെ. തെരച്ചിൽ നടക്കുന്നതായി US നേവി. കാലിഫോർണിയയിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. കാൽഡോറിൽ മാത്രം കത്തിനശിച്ചത് 700 ചതുരശ്ര കിലോമീറ്ററിലധികം പ്രദേശം. 22,000-ലധികം പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. സംഘർഷം തുടരുന്ന എത്യോപ്യയിലെ ടിഗ്രേ മേഖലയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ വിമത സംഘം അപഹരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. തുടർച്ചയായി കവർച്ച നടക്കുന്നത് അംഹാരയിലെ അമേരിക്കൻ ഏജൻസിയുടെ വെയർഹൌസ്.
സൗത്ത് വെസ്റ്റ് എയർലൈൻസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ജീവനക്കാർ. കോവിഡ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിർബന്ധിത തൊഴിൽ സാഹചര്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം. ഡാളസിലെ ഫെഡറൽ കോടതിയെ സമീപിച്ചത് സൗത്ത് വെസ്റ്റ് എയർലൈൻസ് പൈലറ്റ്സ് അസോസിയേഷൻ. കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനൊരുങ്ങി അയർലൻഡ്. ഒക്ടോബർ മാസത്തോടെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കിയേക്കുമെന്ന് പ്രധാനമന്ത്രി മിഷേൽ മാർട്ടിൻ. നിലവിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അയർലൻഡിലെത്തുന്നവർ നിരീക്ഷണത്തിൽ പോകേണ്ടതില്ല. ലയണൽ മെസ്സിക്ക് പിന്നാലെ ബാഴ്സലോണയോട് വിട പറഞ്ഞ് അന്റോയിൻ ഗ്രീസ്മാൻ. താരം മുൻ ക്ലബായ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക്. കിലിയൻ എംബാപ്പയെ സ്വന്തമാക്കാനുള്ള റയലിന്റെ അവസാന ശ്രമവും തള്ളി PSG. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റിന് നാളെ തുടക്കം. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം. ഇന്ത്യൻ നിരയിൽ അഴിച്ചുപണിക്ക് സാധ്യത. US ഓപ്പൺ ടെന്നീസിൽ ചെക്ക് താരം നൊവാക് ജോക്കോവിച്ച് 2ാം റൗണ്ടിൽ ഡെൻമാർക്ക് താരം ഹോർഗർ റൂണയെ പരാജയപ്പെടുത്തിയാണ് ജോക്കോവിച്ചിന്റെ മുന്നേറ്റം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ദക്ഷിണാഫ്രിക്കൻ ഫാസ്റ്റ് ബൌളർ ഡെയ്ൻ സ്റ്റെയിൻ. ദക്ഷിണാഫ്രിക്കയ്ക്കായി 125 ഏകദിന മത്സരങ്ങളും 93 ടെസ്റ്റ് മത്സരങ്ങളും 47 T20 കളിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടുമായുള്ള 4ാം ടെസ്റ്റിൽ പേസർ പ്രസിദ്ധ് കൃഷ്ണയെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തി ഇന്ത്യ. മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരമാണ് താരത്തെ ഉൾപ്പെടുത്തിയത്. അയർലൻഡ് സിംബാബ്വെ 5ാം T20 ജയിക്കുന്ന ടീമിന് പരമ്പര. മത്സരം രാത്രി 7:30. ജില്ലാ വാർത്തകൾ. തുമ്പ VSCയിൽ നിർമ്മിക്കുന്ന ട്രൈസോണിക് വിൻഡ് ടണലിനായി ലോറിയിലെത്തിക്കുന്ന കൂറ്റുനിയന്ത്രണ ഭാഗങ്ങൾ പെരുവഴിയിൽ. പ്രതിസന്ധിയായത് ബൈപ്പാസിലെ പാലത്തിന്റെ ഉയരക്കുറവ്. ആറ്റിങ്ങൽ മേഖലയിലെ കലാകാരന്മാർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത കേരള ആർട്ടിസ്റ്റ് ആൻഡ് ഫ്രട്ടേണിറ്റി. വിതരണോദ്ഘാടനം നിർവഹിച്ച് വർക്കല MLA അഡ്വക്കേറ്റ് വി ജോയ്. ആറ്റിങ്ങലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ശിക്ഷ വിധിച്ച് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. റാത്തിക്കൽ സ്വദേശി സലിമിന് 9 വർഷം കഠിന തടവ്. തിരുവനന്തപുരം മുത്താറാമൻ ക്ഷേത്രത്തിലെ കാണിക്കക്കുടം കവർന്നു. 2500 രൂപ മോഷണം പോയതായി ക്ഷേത്രം ഭാരവാഹികൾ. കൊല്ലത്ത് വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന അലങ്കാര മത്സ്യങ്ങൾ മോഷണം പോയി. മോഷണം നടന്നത് വീട്ടിലുള്ളവർ കോവിഡ് നിരീക്ഷണത്തിലിരിക്കെ 1 ലക്ഷം രൂപയുടെ മത്സ്യങ്ങൾ മോഷണം പോയെന്ന് പരാതി. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ ആദരിച്ചു. കൊല്ലം പരവൂർ പ്രവാസി അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെയാണ് ആദരിച്ചത്. കൊല്ലം പുനലൂരിൽ നഗരസഭയും താലൂക്ക് ആശുപത്രിയും ചേർന്ന് മെഗാ വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. 7 കേന്ദ്രങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരുമലപ്പള്ളിയുടെ കാണിക്കവഞ്ചി കുത്തിത്തുറക്കാൻ ശ്രമം. പുഴിക്കീട് പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യം ഉപയോഗിച്ച് തെരച്ചിൽ. പന്തളം KSRTC ഡിപ്പോയിൽ LNG CNG സ്റ്റേഷനുകൾ ആരംഭിക്കുന്നു. ഗതാഗത മന്ത്രി ആന്റണി രാജു. പന്തളം അമൃത ആശുപത്രി സർവീസ് ഗുരുവായൂർ വരെയും അടൂർ ഗുരുവായൂർ ദീർഘദൂര സർവീസ് കോഴിക്കോട് വരെയും നീട്ടുമെന്ന് മന്ത്രി. തകഴി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം തുറന്നു നൽകി. കേന്ദ്രം നിർമ്മിച്ചത് പഞ്ചായത്ത് പദ്ധതി ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ മുടക്കി. അമ്പലപ്പുഴ വണ്ടാനമുക്കിയിൽ ആറ്റുതീരം റോഡ് നിർമ്മാണത്തിന് തുടക്കം. നിർമ്മാണം 5 കോടി രൂപ ചെലവ്. സ്വകാര്യ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനം PSCക്ക് വിടണമെന്ന ആവശ്യം. പ്രക്ഷോഭം നടത്തുമെന്ന് അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറം. കോട്ടയം പള്ളിയൂരിൽ ചെഞ്ചവിയൻ ആമയെ കണ്ടെത്തി. ജലത്തിലെ സസ്യങ്ങളെയും ജന്തുജാലങ്ങളെയും നശിപ്പിക്കുന്ന അപകടകാരിയായ ആമയാണിത്. കോവിഡ് വ്യാപനം രൂക്ഷമായ ചെറക്കടവ് പഞ്ചായത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം. പ്രദേശത്ത് പോലീസ് പരിശോധന കർശനമാക്കി. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് രാവിലെ 7 മുതൽ വൈകിട്ട് 4 വരെ മാത്രം അനുമതി. പീരിമേട്ടിൽ നിന്ന് കട്ടപ്പനയിലേക്കുള്ള 110 kV സർക്യൂട്ട് ലൈൻ വലിക്കൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷി യോഗം ചേർന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ നേരിൽ കണ്ട് വിഷയം ചർച്ച ചെയ്യുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി കണ്ണമുണ്ടായി. ബറയൂർ ശർക്കരയുടെ ലോഗോ പ്രദർശിപ്പിച്ച കവർ ഇനി തപാൽ ഓഫീസുകളിൽ ലഭിക്കും. തപാൽ സ്പെഷ്യൽ കവർ പുറത്തിറക്കി. കൊച്ചി റീജിയണൽ പോസ്റ്റ് മാസ്റ്റർ ജനറൽ മറിയാമ്മ തോമസ്. ഉടുമ്പൻചോലയിൽ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ നിരീക്ഷണ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷണത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യം. പുതുവൈപ്പിന് സമീപം മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ മുങ്ങി. ബോട്ടിലുണ്ടായിരുന്ന 48 തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. അപകടമുണ്ടായത് നേരത്തെ മുങ്ങിയ ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ തട്ടി. കോവിഡ് വ്യാപന സാധ്യത കണക്കിലെടുത്ത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ OP കൗണ്ടർ സമയം പുനഃക്രമീകരിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി OPകൾക്ക് രാവിലെ 11:30 വരെയും മറ്റു ഭാഗങ്ങളിലെ OPകൾക്ക് ഉച്ചയ്ക്ക് 12 വരെയുമാണ് ടിക്കറ്റ് നൽകുക. സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് മലബാർ സമര രക്തസാക്ഷികളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ച് കോട്ടോപ്പാടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം എത്തിച്ചു നൽകി ഡിവൈഎഫ്ഐ കാരക്കാട് മേഖലാ കമ്മിറ്റി. ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം TV ഗിരീഷ്.
പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കുളമ്പ് രോഗം പടരുന്നു. ക്ഷീരകർഷകർ ആശങ്കയിൽ. അതിർത്തി പഞ്ചായത്തുകളിൽ രോഗവ്യാപനം കൂടി. വിളകൾ നശിപ്പിച്ചാൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാമെന്ന ഉത്തരവ് നടപ്പാക്കി തൃത്താല ബ്ലോക്ക്. കൃഷിസ്ഥലത്തിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. നടപടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ. സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ നിന്ന് മലബാറിലെ സമരസേനാനികളെ നീക്കം ചെയ്ത ഭരണകൂട നടപടിക്കെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ച് വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി. വട്ടക്കുളം ഗ്രാമപഞ്ചായത്ത് ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച് ഡോക്ടർ KT ജലീൽ MLA. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഫേസ്ബുക്കിൽ അപകീർത്തികരമായ പോസ്റ്റിട്ട സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് വാളമരുതൂർ സ്വദേശി യൂസഫ്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. കുന്നത്തുപുരക്കൽ ധർമ്മചന്ദ്രനാണ് മരിച്ചത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വടകര ഓഫീസിലെ ജൂനിയർ അസിസ്റ്റന്റിനെ കാണാനില്ലെന്ന് പരാതി. KP അനിൽകുമാറിനെയാണ് കാണാതായത്. കാർ ദേശീയപാതയിൽ നാരായണനഗറിൽ നിർത്തിയിട്ട നിലയിൽ. കോഴിക്കോട് വെള്ളിയോട് വീടിന് നേരെ ബോംബേറ്. ആക്രമണം പുത്തലെ തലിയുടെ വീടിന് നേരെ. അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. വളയം പോലീസ് കേസെടുത്തു. കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷയ്ക്ക് കേരള കേന്ദ്ര സർവകലാശാല ആസ്ഥാനമായ കാസർഗോഡ് ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചു. പരീക്ഷയ്ക്ക് കേരളത്തിൽ 10 കേന്ദ്രമാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. കാസർഗോഡ് പീഡനക്കേസിലെ പ്രതി ബംഗളൂരു ജില്ലാ കോടതി ബിൽഡിംഗിൽ നിന്ന് ചാടി മരിച്ചു. ഇനിയ സ്വദേശി രവിരാജാണ് ആത്മഹത്യ ചെയ്തത്. ആവിക്കരയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളിയിട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. പൊതുസ്ഥലത്ത് മദ്യപിക്കുന്ന തടഞ്ഞ ഉദ്യോഗസ്ഥനെ തള്ളിയിടുകയായിരുന്നു. കേസെടുത്തത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന്. കാസർഗോഡ് മണൽക്കടത്ത് വ്യാപകമായ പ്രദേശങ്ങളിൽ പരിശോധന കടുപ്പിച്ച് പോലീസ്. കുണ്ടുകുളക്ക, ഹൊസബെട്ടു എന്നിവിടങ്ങളിൽ നിന്നായി 2 വാഹനങ്ങൾ പിടികൂടി. ചാക്കിളിൽ സൂക്ഷിച്ചിരുന്ന മണലും പിടിച്ചെടുത്തു. നോക്കാം എന്റർടൈൻമെന്റ്. ഹോം സിനിമയിലെ ഡിലീറ്റഡ് രംഗം പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. ഇന്ദ്രൻ, ശ്രീനാഥ് ഭാസി, മഞ്ജുപിള്ള എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. തമിഴ് ചിത്രം തുഗ്ലക് ദർബാറിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. വിജയ് സേതുപതി, റാഷി ഖന്ന, മഞ്ജു മോഹൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ. ഈ മാസം 11-ന് ചിത്രം നെറ്റ്ഫ്ലിക്സിൽ പ്രദർശനത്തിനെത്തും. இந்த செந்தமிழ் செல்வனுக்கு சிங்காரவேலன் என பெயர் சூட்டுகிறேன். காகைக்கு ஆஹா கூகை, கூகைக்கு ஆஹா காகை. அவ்வளவுதானா? ജോഷി ജയസൂര്യ കൂട്ടുകെട്ടിൽ പുതിയ ചിത്രം വരുന്നു. നിഷാദ് കോയയുടെ തിരക്കഥയിൽ കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നപ്പള്ളിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. രാജഗിരി ആശുപത്രിയിലെ ഡോക്ടേഴ്സും നഴ്സസും മറ്റ് ജീവനക്കാരും ചേർന്നൊരുക്കിയ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു. മോഹൻലാലിന്റെ ഫേസ്ബുക്കിലൂടെയാണ് റിലീസ് ചെയ്തത്. ഡോക്ടർ സിജു ജവഹർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഛായാഗ്രഹണം രാജീവ് മാധവൻ. നോക്കാം ഫാക്ട് ചെക്ക്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെതിരെ വ്യാജ പ്രചാരണം. കമലാ ഹാരിസിന്റെയും അന്തരിച്ച US കോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റീന്റെയും ചിത്രം മോർഫ് ചെയ്താണ് വ്യാജ പ്രചാരണം. കമലാ ഹാരിസിന്റെയും അന്തരിച്ച US കോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റീന്റെയും ചിത്രം വെച്ചാണ് വ്യാജ പ്രചാരണം. ലൈംഗികാതിക്രമ കേസിൽ വിചാരണ നേരിടുന്നതിനിടെ ജയിൽ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ജെഫ്രിയും കമലാ ഹാരിസും സുഹൃത്തുക്കളായിരുന്നു എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണം. ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് വഴി ചിത്രം വ്യാപകമായി പ്രചരിച്ചു. എന്നാൽ ചിത്രം മോർഫ് ചെയ്തതാണ്. ഭർത്താവ് ഡഗ് എംഹോമിനൊപ്പമുള്ള കമലയുടെ ചിത്രം എഡിറ്റ് ചെയ്ത് ജെഫ്രിയുടെ ചിത്രം ചേർക്കുകയായിരുന്നു. ഇതാണ് സത്യാവസ്ഥ അറിയാതെ പലരും പങ്കുവച്ചത്. കേരള പോലീസിൽ RSS ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന CPI നേതാവ് ആനി രാജയുടെ പ്രസ്താവനയ്ക്കെതിരെ കുമ്മനം രാജശേഖരൻ. കേരള പോലീസിലെ RSSകാരായ ഉദ്യോഗസ്ഥരുടെ പേര് പറയാൻ ആനി രാജ തയ്യാറാകണം. RSSനെ രാഷ്ട്രീയ നേട്ടത്തിനായി അനാവശ്യമായി വലിച്ചിഴക്കരുതെന്നും കുമ്മനം രാജശേഖരൻ. ഗ്രേറ്റർ നോയിഡയിൽ ഓൺലൈൻ ഭക്ഷണ വിതരണ ഏജന്റ് ഹോട്ടലുടമയെ കൊലപ്പെടുത്തി. ഓർഡർ വൈകിയതിനെ തുടർന്നാണ് കൊലപാതകം. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സംസ്ഥാനത്ത് വിവിധ സേവനങ്ങൾക്കായി ഏകീകൃത വിവര സംവിധാനം സജ്ജമാക്കുന്നതിനുള്ള പദ്ധതിക്ക് മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയും ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിനും തെരഞ്ഞെടുക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പൊതു പ്ലാറ്റ്ഫോമാകും പദ്ധതി. ന്യൂസിലൻഡ് ബംഗ്ലാദേശ് ആദ്യ 2020-ൽ ടോസ് നേടിയ ന്യൂസിലൻഡിന് ബാറ്റിംഗ് തകർച്ച. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ന്യൂസിലൻഡിന് 9 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടമായി. വിവിധ സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. അധ്യാപകർക്കും അനധ്യാപകർക്കും വാക്സിൻ വേഗത്തിൽ ലഭ്യമാക്കുന്നത് പരിഗണനയിലെന്നും മന്ത്രി.
ന്യൂസ് പൂർത്തിയാകുന്നു.